പശ്ചിമേഷ്യൻ സുരക്ഷാ സന്തുലിതാവസ്ഥയെ പിടിച്ചുകുലുക്കുന്ന നിർണായക വഴിത്തിരിവിലാണ് US-ഇറാൻ സൈനിക ഏറ്റുമുട്ടൽ. ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് അമേരിക്ക നടത്തിവന്ന അതിശക്തമായ വ്യോമാക്രമണങ്ങൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അധിപൻ അഡ്മിറൽ ബ്രാഡ് കൂപ്പറിന്റെ സുപ്രധാന നിർദ്ദേശത്തെ തുടർന്നാണ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്നാണ് റിപ്പോർട്ടുകൾ. വ്യോമാക്രമണ പരമ്പര അതിന്റെ പരമാവധി കാര്യക്ഷമത കൈവരിച്ചെന്നും ഇനി ബോംബിംഗ് തുടർന്നിട്ട് കാര്യമായ സൈനിക നേട്ടമൊന്നുമില്ലെന്നും അഡ്മിറൽ കൂപ്പർ പെന്റഗണിന്റെയും വൈറ്റ് ഹൌസിനെയും അറിയിക്കുകയായിരുന്നു. ആക്രമണത്തിന് ലക്ഷ്യമിട്ട പ്രധാന കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും ഇതിനകം തകർക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതി വേണമെങ്കിൽ യുദ്ധത്തിന്റെ വ്യാപ്തി വൻതോതിൽ വർദ്ധിപ്പിച്ച് പൂർണ്ണതോതിലുള്ള സൈനിക നടപടിയിലേക്ക് നീങ്ങേണ്ടി വരുമെന്നാണ് മിലിറ്ററി കമാൻഡർമാരുടെ വിലയിരുത്തൽ. ഇതിനു പുറമെ അമേരിക്കയുടെ പ്രതിരോധ നിരയെ പ്രതിസന്ധിയിലാക്കുന്ന മറ്റൊരു മുന്നറിയിപ്പുമായി ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നും രംഗത്തെത്തി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ശേഖരം അപകടകരമായ രീതിയിൽ കുറഞ്ഞു വരികയാണെന്ന് അദ്ദേഹം പ്രസിഡന്റിന് മുന്നറിയിപ്പ് നൽകി. ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് മേഖലയിലെ US സേനയും സഖ്യകക്ഷികളെയും സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന നിർണായക ആയുധങ്ങളുടെ ക്ഷാമമാണ് ആകുലത വർദ്ധിപ്പിക്കുന്നത്. തുടർച്ചയായി സൈനിക നടപടികൾ ആയുധപ്പുരകളെ ശൂന്യമാക്കുന്നത് ആഗോളതലത്തിൽ മറ്റ് മേഖലകളിലെ അമേരിക്കൻ സൈനിക സജ്ജതയെ ബാധിക്കുമെന്ന് ഭീതി ഉയർത്തിയതിനെ തുടർന്നാണ് പെട്ടെന്നൊരു വൻ പോരാട്ടത്തിന് മുതിരാതെ ആക്രമണങ്ങൾ നിർത്താൻ ട്രംപ് തീരുമാനിച്ചത്. വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ള പ്രമുഖരും യുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിലെ അപകട സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അമേരിക്ക വ്യോമാക്രമണം നിർത്തിവെച്ചതോടെ മറുപടി എന്നോണം പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇറാനും തയ്യാറായിട്ടുണ്ട്. ഇതേ തുടർന്ന് ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ഒമാൻ മധ്യസ്ഥത വഹിക്കുന്ന ഈ ചർച്ചകളിൽ അനുകൂലമായ പുരോഗതിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇറാനുമായുള്ള സംഘർഷത്തിൽ നേരിയ ശാന്തത അനുഭവപ്പെടുമ്പോഴും വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര ചാനലുകൾ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. സംഘർഷങ്ങൾ കുറയ്ക്കാനും സ്ഥിരത കൈവരിക്കാനുമുള്ള നീക്കങ്ങൾ പശ്ചാത്തലത്തിൽ പുരോഗമിക്കുമ്പോൾ US ആയുധ ശേഖരത്തിലുണ്ടായ ക്ഷാമവും വ്യോമസേനയുടെ പരിമിതികളും യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്.